يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ചരിത്രത്തിലെമ്പാടും വംശീയക്കെതിരെയുള്ള പോരാട്ടം നാം കേട്ടിട്ടുണ്ട്. രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ആ ഭരണാധികാരികളെ വഴങ്ങാത്ത അനുയായികളെ ഉന്മൂലനം ചെയ്യുവാനും അവരെ നിഷ്കാസനം ചെയ്യുവാനും ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ വർഗം നോക്കി, മനുഷ്യരുടെ ചർമ്മനിറങ്ങൾ നോക്കി, ജാതീയ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ഗോത്രത്തിലെ ഉയർന്നവരും താഴ്ന്നവരും എന്നുള്ള വിവേചനം പരിഗണിച്ചുകൊണ്ടും മനുഷ്യരെ രണ്ട് തട്ടുകളാക്കി വഴങ്ങാത്തവരെയും അതുപോലുള്ളവരെയും ഇല്ലാതെയാക്കിയ റാസിസം, വംശീയത ചരിത്രത്തിൽ എന്നും നിലനിൽക്കുകയാണ്, നിലനിന്നിട്ടുണ്ട്, ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നാസി ഫാസിസം അത് യഹൂദന്മാരെയും അതുപോലുള്ളവരെയും കൊന്നുകളയുകയും ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ഇന്നലകളിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വർണ്ണവിവേചനം, അമേരിക്കയിൽ നടന്ന വർണ്ണവിവേചനം, അതിൻ്റെ പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ച മുഹമ്മദ് അലി ക്ലേ, അങ്ങനെ എത്രയെത്ര മനുഷ്യരാണ് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ സമത്വത്തിൻ്റെയും നീതിയുടെയും മതമായ ഇസ്ലാം മതത്തിൻ്റെ ശാദ്വല തീരത്തിലേക്ക് വന്നു എന്നുള്ളത് ചരിത്രമാണ്. കൈപ്പേറിയ അനുഭവമുള്ള മുഹമ്മദ് അലി ക്ലേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ചിത്രം വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. സമത്വമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിശുദ്ധമായ മതം പുൽകിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ലോകം മുഴുവനും തൻ്റെ കീഴിൽ വരണമെന്നുള്ള ഏക ഛത്രാധിപന്മാരുടെ കണക്കുകൂട്ടലുകളാണ് ഇതുപോലെയുള്ള ഉന്മൂലനങ്ങൾക്ക്, വംശീയ ചേരിതിരിവുകൾക്ക് കാരണമായത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ അജണ്ടകളാണ് വെനസ്വലയും അതുപോലെ തന്നെ ക്യൂബയും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം പോലും അതിനെ കീഴടക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ അധിപതികളായിരുന്ന അമേരിക്കയും കൂട്ടാളികളും നടത്തി വന്നത് എന്നുള്ളത് ചരിത്രമാണ്. നാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യവും ചില സ്ഥലങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ മസ്ജിദുകൾ തകർക്കപ്പെട്ടുവെന്നാണ് ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ, 24 മാസത്തിനിടയിൽ എത്രയോ മസ്ജിദുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുകയും അവന് മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുകയും ചെയ്ത അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ബുൾഡോസർ വഴി തകർക്കപ്പെട്ടതായി നാം പത്രങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയും പരിശുദ്ധമായ ഒരു ഭവനം, അള്ളാഹുവിൻ്റെ മസ്ജിദ് ബുൾഡോസറിന് ഇരയായത് ഇന്നത്തെ പത്രങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പശുവിൻ്റെ പേരിൽ കൊലകൾ നടക്കുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. വഖഫ് ഭേദഗതികളും SIR എന്നുള്ള പേരിൽ പുതിയ പേരുകൾ ചേർക്കലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം വായിക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഈ വംശീയ ക്രൂരതകൾ ചെയ്തിരുന്ന ഏറ്റവും വലിയ ഒരു ധിക്കാരിയായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി.
മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യുവാൻ, അവിടെ പിറക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊന്നൊടുക്കുവാൻ തിട്ടൂരമിട്ട, ചരിത്രത്തിൽ ഏറെ ഇടം പിടിച്ച, വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. വിശ്വാസ സ്വാതന്ത്ര്യവും സ്വതന്ത്രനായി ജീവിക്കുക എന്നുള്ള ഒരു പൗരന്റെ അവകാശം പോലും ഹനിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് ആ നാട്ടിൽ, ആ രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത്. ആ അവകാശം പോലും മുളയിലെ നുള്ളിക്കളഞ്ഞ ഒരു ചക്രവർത്തിയും ഒരു ഭരണാധികാരിയുമാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ ധിക്കാരിയുടെ പ്രസ്താവ്യം ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിലെ 51-ാമത്തെ വചനത്തിൽ ഖാല യാ ഖൗം, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി സമൂഹത്തോട് പറയുകയാണ്, അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. എൻ്റെ ജനങ്ങളെ, എൻ്റെ അധീനതയിൽ ഒഴുകുന്ന നദിയും അരുവികളും ഉൾക്കൊള്ളുന്ന ഈ മിസ്ർ എന്ന് പറയുന്ന രാജ്യം, ഈ ഈജിപ്ത് രാജ്യം എനിക്ക് അധീനതപ്പെട്ടതാണ്. ഞാനാണ് ഭരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കാണുന്നില്ലേ എന്ന് ഫിർഔൻ അവിടെയുള്ള മനുഷ്യരോട് ചോദിച്ചിരുന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ത് കാരണമാണ് ഫിർഔനെ അസ്വസ്ഥപ്പെടുത്തിയത്? ഇങ്ങനെയുള്ള ഒരു തിട്ടൂരം പറയുവാനുണ്ടായ കാരണം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് മറ്റൊന്നുമല്ല, കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വിളംബരം ചെയ്തിരുന്ന തൗഹീദ് എന്ന് പറയുന്ന പരിശുദ്ധമായ ആദർശത്തെ ആ ഫിർഔന് സഹിക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. തൗഹീദുമായി മുന്നോട്ട് പോയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു ജീവിതത്തിലേക്ക് ആ പ്രവാചകന്റെ കൂടെ അനുയായികൾ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഫിർഔന് സഹിക്കുവാൻ കഴിയാതെ പറഞ്ഞിരുന്ന ആ ധിക്കാരിയുടെ തിട്ടൂരം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഹേ ജനങ്ങളെ, നിങ്ങൾ മൂസയുടെ പിന്നിൽ പോവുകയാണോ? അവൻ ദരിദ്രനാണ്, അവൻ അധമവർഗമായി പരിഗണിക്കേണ്ട ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് വാചാലമായി എന്നെ പോലെ സംസാരിക്കുവാൻ കെൽപ്പില്ലാത്തവനാണ്. നാട്ടാചാര പ്രകാരമുള്ള ഒരു യോഗ്യതയും നിങ്ങൾ വിശ്വസിക്കുന്ന മൂസാക്കില്ല. സ്വർണവളകൾ അണിയിക്കപ്പെടേണ്ടതാണ് നാട്ടാചാരം എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അടയാളം. അങ്ങനെ ഒരു ചിഹ്നങ്ങളുമില്ലാത്ത, വളരെ പാവപ്പെട്ട, സംസാരിക്കുവാൻ പോലും കഴിവില്ലാത്ത, സ്ഫുടമായി സംസാരിക്കുവാൻ കഴിവില്ലാത്ത മൂസയെയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്നുള്ള തിട്ടൂരം ഫിർഔന്റെ ഭാഗത്തു നിന്നും വന്നതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഭീഷണിക്ക് വഴങ്ങാത്ത അനുയായികളെ നോക്കിക്കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഗാമികൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അസ്വസ്ഥമായി കണ്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ധിക്കാരപൂർവം ഭീഷണിപ്പെടുത്തുന്ന രംഗമാണ് സൂറത്തുൽ അഅറാഫിലെ 124-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖാലു ഖുതുലു അബ്നാഅല്ലദീന ആമനൂ മഅഹു, നിങ്ങൾ മൂസയുടെ കൂടെയുള്ള ആൾക്കാരെ കൊന്നുകളയണം, മൂസയുടെ കൂടെ വിശ്വസിച്ചിരിക്കുന്ന ആണുങ്ങളെ കൊന്നുകളയണം. വസ്തഹയൂ നിസാഅഹും, അവരിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ അപമാനപ്പെടുത്തണം, അവരെ നിങ്ങൾ അപമാനപ്പെടുത്തിക്കൊണ്ട് വിട്ടേക്കണമെന്ന് പറയുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ആ ധിക്കാരിയുടെ മുന്നിൽ തലകുനിക്കാത്ത അനുയായികളെ നോക്കിക്കൊണ്ട് വീണ്ടും ആ ധിക്കാരി പറയുകയാണ്, വഖാല ഫിർഔൻ ദറൂനി അഖ്തുൽ മൂസ വൽയദഉ റബ്ബഹു, എന്നെ നിങ്ങൾ വിടണം, അനുയായികളെ, എന്നെ വിശ്വസിക്കുന്നവരെ, എന്നെ നിങ്ങൾ വിടണം. എന്തിനാ? മൂസയെ ഞാൻ വകവരുത്തും. അഖ്തുൽ മൂസ വൽയദഉ റബ്ബഹു, അവനവന്റെ റബ്ബിനോട് ദുആ ചെയ്യട്ടെ, ഞാൻ മൂസയെ വധിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഫിർഔന്റെ ചരിത്രമാണ് വിശ്വാസികളെ നാം ഖുർആനിൽ നിന്നും കേൾക്കുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിരുന്ന തെറ്റെന്താണെന്ന് ഫിർഔൻ അടയാളപ്പെടുത്തുകയാണ്. വൽയദഉ റബ്ബഹു, മൂസ അവന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവന്റെ രക്ഷിതാവിനോട് അവൻ പ്രാർത്ഥിക്കട്ടെ. തൗഹീദിന്റെ വിളംബരം എന്നും അസ്വസ്ഥമാക്കുകയാണ് ശിർക്ക് ചെയ്തവർക്ക്. തൗഹീദിന്റെ അനുയായികളെ എന്നും കണ്ണിലെ കരടായി കണ്ടവരാണ് ശത്രുക്കളെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ആ സമയങ്ങളിൽ നിർഭയത്വത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബികും മിൻ കുല്ലി മുതകബ്ബിർ. മൂസയോട് പറഞ്ഞിരുന്ന നിർഭയത്വത്തോടുകൂടിയുള്ള വാക്കുകളാണ്. ചാട്ടുളി പോലെയായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി. എന്റെയും നിങ്ങളുടെയും റബ്ബിലാണ് ഞാൻ അഭയം തേടുന്നത്. എന്നെ സഹായിക്കുന്നവൻ എന്റെ റബ്ബാണ്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എനിക്ക് അവനൊരു മാർഗം കാണിച്ചു തരും, അവൻ എന്നെ കൈയൊഴിയുകയില്ല എന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർഭയത്വത്തോടുകൂടിയുള്ള ചാട്ടൊളി പോലെയുള്ള വാക്കുകളാണ് വിശ്വാസികൾക്ക് പ്രചോദനമാകേണ്ടത്. അന്യസൂതം തുടർന്നുകൊണ്ടേയിരിക്കും ഈ ധിക്കാരികളുടെ തിട്ടൂരങ്ങൾ. പല രീതിയിലും പല വാക്കുകളിൽ കൂടിയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ അവർ കണ്ട ഫിർഔൻ ലഅനത്തുല്ലാഹി കണ്ട ഒരു ഭയം എന്താണെന്നറിയുമോ? അതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 40-ാം അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 26-ാമത്തെ ആയത്തിൽ കൃത്യമായി റബ്ബുൽ ആലമീൻ പറയുകയാണ്, ഫിർഔൻ പേടിച്ചു പോയി എന്ന. എന്തിനാ ഫിർഔൻ പേടിച്ചത്? ഇന്നും രാജ്യം ഭരിക്കുന്നവർ ഭയപ്പെടുന്നത് പോലെ, ശിർക്കിന്റെ വാഹകർ എന്നും ഭയപ്പെട്ടതുപോലെ ഫിർഔനും ഭയപ്പെട്ടുവെന്നാണ്. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും. ഫിർഔൻ പറഞ്ഞിരുന്ന മറുപടിയാണ്, എന്റെ അനുയായികളെ, നിങ്ങൾ മതത്തിൽ നിന്നും മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മൂസയുടെ മാസ്മരിക വലയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറയുന്നതാരാ? ധിക്കാരിയായ ഫിർഔൻ. അവൻ ഭയപ്പെട്ടു. തന്റെ അനുയായികൾ മൂസയുടെ കരവലയത്തിൽ പെട്ടുപോകുമോ, മൂസയുടെ മാസ്മരിക വലയത്തിൽ പെട്ടുപോകുമോ, തൗഹീദിന്റെ ശീതള ഛായയിൽ പെട്ടുപോകുമോ എന്ന് ഭയത്തോടുകൂടി കണ്ട ഫിർഔൻ പറഞ്ഞിരുന്ന മറുപടി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അൻ യുബദ്ദില ദീനകും. നിങ്ങളെ മതത്തിൽ നിന്നും മാറ്റിയേക്കാം മൂസ. അതാണ് ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നത്. ഇന്നും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രബോധനമാണ് എന്ന് നാം മറന്നു പോകരുത് സഹോദരങ്ങളെ. തൗഹീദിനെ ഭയക്കുന്ന ഭരണാധികാരികൾ പ്രബോധകരെ ഭയക്കുകയാണ്. ഇന്നും നാട്ടിൽ ജനിച്ച എത്രയോ പ്രബോധകന്മാർ പ്രബോധനത്തിന്റെ പേരിൽ ഇസ്ലാം മതത്തിലേക്ക് എത്രയോ ആൾക്കാർ കൊണ്ടുവന്നു. ലോകാടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും അങ്ങനെയുള്ള പ്രബോധകന്മാരെ രാജ്യത്ത് വരാതിരിക്കുവാനായിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുവാനുള്ള കാരണം പോലും ഭരണാധികാരികൾ ഈ ദീനീ ദഅവത്തിനെ, ഇതിന്റെ പ്രബോധനത്തെ അവർ ഭയമായി കാണുകയാണ്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രബോധകന്മാരെ കൂച്ചുവിലങ്ങിടുക. ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ചില വഖഫ് ബോർഡുകൾ ഇതുപോലെ ജുമുഅക്ക് എന്താണ് പ്രസംഗിക്കണമെന്ന് ആ വഖഫ് ബോർഡ് എഴുതി കൊടുക്കും. അത് മാത്രമേ സംസാരിക്കാവൂ. അവരുടെ ഇച്ഛകൾക്കൊത്ത് മാത്രമേ അവിടെ വഅദ് പറയാവൂ. അങ്ങനെയുള്ള നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെയും ചരിത്രം നാം മനസ്സിലാക്കുന്നത്. ഫിർഔൻ ഭയപ്പെട്ടതാണ് ഇന്നും ഭരണാധികാരികൾ ഭയപ്പെടുന്നത്. പ്രബോധനം ഭയപ്പെടുകയാണ്, തൗഹീദ് ഭയപ്പെടുകയാണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം അവർ ഭയപ്പെടുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിലേക്കുള്ള വിളിയാളമാണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണിക്കലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ദഅവത്താണ് എല്ലാ പ്രവാചകന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് സ്വാഭാവികമായും പാരമ്പര്യവാദികളെ വെറുപ്പിച്ചു, പാരമ്പര്യവാദികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി. പാരമ്പര്യവാദികൾ അവരുടെ കാലിനടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് ഇന്നും നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായി കൊണ്ടുവരുന്ന ആദർശം തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആ അടയാളപ്പെടുത്തലിന് മുന്നിൽ എല്ലാം ഒലിച്ചു പോവുകയാണ്. അവിടെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാരമ്പര്യവാദികളാണ് ഞങ്ങൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന ആദർശത്തിനെതിരാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദർശത്തിനെതിരെ ആദർശം കൊണ്ട് നേരിടുവാൻ കെൽപ്പില്ലാത്തവർ പല രീതിയിലെയും ഭയപ്പെടുത്തുകയാണ്. അന്ന് മൂസാ നബി നേരിട്ട, ഈസാ നബി നേരിട്ട, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരെല്ലാവരും നേരിട്ട ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഇന്നും ലോകം അവസാനിക്കുന്നത് വരെ തൗഹീദിന്റെ വക്താക്കൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും.
ആ സമയങ്ങളിലെല്ലാം വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ ചരിത്രം നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. കുന്നുകളയുമെന്ന് പറയുന്ന ഫിർഔന്റെ മുന്നിൽ, കൈകാലുകളെ 2 ഭാഗങ്ങളിൽ നിന്നായി വിച്ഛേദിച്ചു കളയുമെന്ന് പറഞ്ഞ ഫിർഔന്റെ മുന്നിൽ നെഞ്ചൂക്കോടുകൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹ് വസ്ബിറൂ. അതാണ് തൗഹീദിന്റെ വക്താക്കൾ നെഞ്ചിലേറ്റേണ്ടത്. ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് ഭരണാധികാരികളുടെ മുന്നിലും നിർഭയത്വത്തോടുകൂടി നാം നിൽക്കുക. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്ന മൂസാ നബിയുടെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം, നിങ്ങൾ ക്ഷമ പാലിക്കണം. തൗഹീദ് പറയുമ്പോൾ എതിരാളികളെ അസ്വസ്ഥപ്പെടുത്തിയേക്കാം, പല പ്രയാസങ്ങളും നിങ്ങൾക്കെതിരെ നിയമം വഴി നടപ്പിലാക്കിയേക്കാം. നിങ്ങൾ തളരരുത്, പതറരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്. വസ്തഈനു ബില്ലാഹ് വസ്ബിറൂ, നിങ്ങൾ ക്ഷമ പാലിക്കണം, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം അഭയം തേടണം. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി മുഴുവനും അല്ലാഹുവിനുള്ളതാകുന്നു. യൂരിസുഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഭൂമി അനന്തരമാക്കി കൊടുക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്ത്യസമയത്തെ ഏറ്റവും നല്ല മരണമെന്ന് പറയുന്നത്, അന്ത്യനേട്ടമെന്ന് പറയുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവർക്ക്, ദീനീ ദഅവത്തിന്റെ പാതയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ക്ഷമയോടുകൂടി അവലംബിച്ചവർക്ക്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവർക്കാണ് അന്ത്യം നന്നാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നും പറഞ്ഞുവല്ലോ, ഏകാധിപതികളുടെ ഭീഷണിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. NRC-യുടെയും NCR-ന്റെയും UCC-യുടെയും ഏക സിവിൽ കോഡിന്റെയും പല പേരുകളിലായി കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. ഒന്നും അവർക്ക് സമാധാനം നൽകുന്നില്ല. എന്ത് പൗരത്വം കൊണ്ടുവന്നാലും അതൊന്നും അവർക്ക് സമാധാനം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ആയുധമെടുത്ത് പയറ്റിയിരിക്കുന്നത്. പാസ്പോർട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിന്റെ രേഖയല്ല. ഏതൊരു രാജ്യക്കാരന്റെയും അവന്റെ പൗരത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് അതിന്റെ പാസ്പോർട്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ്, പാസ്പോർട്ട് എന്ന് പറയുന്നത് രാജ്യങ്ങളിൽ നിന്നും ഗമനാഗമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖ മാത്രമാണ്, പൗരത്വത്തിന്റെ അടയാളമല്ല പാസ്പോർട്ട് എന്ന് പറയുന്നത്. ഭയത്തിൽ നിന്നും വന്നതാണ്. ഫിർഔന് ഭയപ്പെട്ടതുപോലെയുള്ള ആ ഭയം, അവസാനം ആ ഭയം ചെന്നെത്തി നിൽക്കുക. മൂസാ നബിയോട് പറഞ്ഞതുപോലെ നിങ്ങളെ കൊന്നുകളയുക തന്നെ ചെയ്യും, നിങ്ങളുടെ കൈകാലുകളെ വിച്ഛേദിക്കുക തന്നെ ചെയ്യും. ഭീഷണികൾക്ക് വഴങ്ങാത്ത മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് പറഞ്ഞത്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കൈവിടില്ല, ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഞങ്ങളെ പടച്ച റബ്ബിനെക്കാളും നിന്നെ ഞങ്ങൾ ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹ 72-ാമത്തെ ആയത്തിൽ പറയുകയാണ്. മൂസാ നബി പറയുകയാണ്, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ ഈ തെളിവുകളുണ്ടല്ലോ, ഖുർആനാകുന്ന ഈ തെളിവുകൾ, അതുപോലെയുള്ള ഈ വേദഗ്രന്ഥങ്ങൾ, സുന്നത്തുകളാകുന്ന ഈ വേദഗ്രന്ഥങ്ങൾ, ഏത് ഭരണാധികാരികൾ വന്നാലും ഞങ്ങളെ പടച്ച റബ്ബിനോടല്ലാതെ ഒരു പരിഗണനയും നിങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാരുടെ അനുയായികളാണ് നമ്മൾ. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരിയോട് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിലെ ആയത്തിൽ പറയുകയാണ്, ഫഖ്ൽ മാ അൻത ഖാലിൻ, വിധിച്ചുകൊള്ളുക ഫിർഔൻ, നീ എന്ത് തീരുമാനങ്ങളും നീ ഖാലിയാണല്ലോ, രാജ്യത്തിന്റെ ഖാലിയാണല്ലോ, നീ വിധിച്ചുകൊള്ളുക. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയാ, നിന്റെ ഈ വിധി പ്രസ്താവ്യമുണ്ടല്ലോ ദുനിയാവിൽ വച്ചുകൊണ്ട് മാത്രമായിരിക്കും.
അതുകൊണ്ട് നിന്റെ ഇച്ഛ പോലെ നീ ഉദ്ദേശിക്കുന്നതെന്തും നീ വിധിച്ചുകൊള്ളുക. ഞങ്ങൾ പടച്ച റബ്ബിനോടല്ലാതെ ഒരു ശക്തിയെയും ഞങ്ങൾ അഭയമായി കാണുകയില്ല എന്ന് പറയുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് സഹോദരങ്ങളെ മുഹറം 10 എന്ന് പറയുന്നത്. അത് ഇന്നാണ്. നാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔന്റെയും അനുയായികളുടെയും ആ കൊടും ക്രൂരതകളിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായിട്ട് മഹാനായ മൂസാ നബി റബ്ബിന് ശുക്റായി നോമ്പ് പിടിച്ച ഒരു മുഹറം 10 ആശൂറ. നമ്മളൊക്കെ ഇന്ന് സാധ്യമാകുന്നവരൊക്കെ നോമ്പാണ്. മൂസാ നബിയുടെ മാതൃക ഉൾക്കൊണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ നിന്നാണ് നാം ഈ മുഹറം 10 ആശൂറയുടെ ദിവസം നോമ്പ് നാം പിടിക്കുന്നത്. ഇന്നലെ താസുആ ആയിരുന്നു. മുഹറം 9ഉം 10ഉം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഈ മാസത്തെ നോമ്പ് എന്ന് നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കുകയുണ്ടായി. നിർഭാഗ്യകരം ഇതേ മുഹറം മാസത്തിലായിരുന്നു, ഒരു ഹിജ്റ 61 മുഹറം 10 കർബലയിൽ വച്ചുകൊണ്ട് ദാരുണമായ ഒരു കൊലപാതകം നടന്നത്. അതിന്റെ ചരിത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് നാം പോവുകയല്ല. ഈ മുഹറം 10 ഈ ദാരുണമായിട്ടുള്ള ഈ കർബലയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാനിലെയും മറ്റു രാജ്യങ്ങളിലെയും ഷിയാക്കൾ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടും ശരീരത്തെ ക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ടും അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്നത്. അതിൽ നിന്നും ഉടലെടുത്ത, അതിൽ നിന്നും മാതൃക ഉൾക്കൊണ്ട ചില കേരളീയ ഷിയാക്കളെയും നാം കാണാതെ പോകരുത്. അവരാണ് ഈ കുത്തുറാത്തീപമായി നമ്മുടെ ചുറ്റുപാടുമുള്ളത് എന്ന് നാം ഇത്തരുണത്തിൽ നാം സ്മരിക്കുക. ഈ ശരീരത്തെ വേദനപ്പെടുത്തുക എന്നുള്ളത്, ഈ ശരീരത്തെ മുറിപ്പെടുത്തുക ഒരു കാരണവുമില്ലാതെ അത് നിഷിദ്ധമാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചതൊന്നുമില്ല. ഹിജ്റ 61 ശേഷം എത്രയോ സ്വഹാബികൾ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവസാനം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഹിജ്റ 100 അവസാനത്തെ സ്വഹാബി ഈ ലോകത്ത് നിന്നും വിട പറയുന്നത്. അങ്ങനെയുള്ള ഒരൊറ്റ സ്വഹാബികളിൽ ആരും ഹിജ്റ 61 സ്മരണാർത്ഥം കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം നടന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും ശരീരത്തെ വേദനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ് സഹോദരങ്ങളെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 സുഗന്ധ പുഷ്പങ്ങളായിരുന്നുവെന്ന് പ്രവാചകന്റെ തിരുമൊഴി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഹുമാ റൈഹാനതായ മിനദ് ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവിലെ എൻ്റെ 2 പുഷ്പങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. സ്വർഗ യുവാക്കളുടെ നേതാക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളായ യുവാക്കൾ, അവരുടെ നേതാക്കന്മാരാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അള്ളാഹുവിന്റെ പ്രവാചകർ അവർക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈൻ. ഹുസൈൻ എന്നിൽ നിന്നുമാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനാ. ഹുസൈനെ സ്നേഹിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കും എന്ന് മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബുഹുമാ വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ. അല്ലാഹുവേ, ഞാൻ ഇവർ 2 പേരെയും സ്നേഹിക്കുകയാണ്. അല്ലാഹ്, നീ ഇവർ 2 പേരെയും സ്നേഹിക്കണമേ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി സുനൻ തുർമുദിയിൽ നാം വായിക്കുകയാണ്. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്ന് കളിക്കുന്ന ഹുസൈനാർ റളിയല്ലാഹു അൻഹുമയുടെ കളി കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു പോയതായി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടം തന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതിന് ശേഷം കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
മഹദി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് കരഞ്ഞത്? ഹുസൈനാർ തങ്ങളുടെ നെറ്റിത്തടം സ്പർശിച്ചുകൊണ്ട് എന്തിനാണ് അങ്ങ് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമ്മു സലമ, ജിബ്രീൽ വീട്ടിൽ വന്നിരുന്നു, എന്നോട് ചോദിച്ചു, ഹുസൈനെ നിനക്കിഷ്ടമാണോ? അതെ, ദുനിയാവിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ദുനിയാവിനേക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്ന ഉമ്മതക സനഖ്തുൽ ഹാദാ ബി അർളിൻ യുഖാലു ലഹാ കർബല. അങ്ങ് സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ 2 പുഷ്പമായി വിശേഷിപ്പിക്കുന്നുവല്ലോ, അങ്ങയുടെ നെറ്റിത്തടം ഏതൊരു നെറ്റിത്തടവുമായി യോജിപ്പിച്ചു വച്ചുവല്ലോ, ഏതൊരു കവിളിലേക്ക് അങ്ങ് ഉമ്മ കൊടുത്തുവോ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെ കൊന്നുകളയുക തന്നെ ചെയ്യും. ആ കൊന്നുകളയുന്നതിൻ്റെ സ്ഥലം പോലും കർബല എന്നായിരിക്കും. കർബല, ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവം കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ദുനിയാവിനേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നുവല്ലോ, 2 പുഷ്പങ്ങളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവല്ലോ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരായിട്ടുള്ള ഒരാളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും എന്ന് കേൾക്കുമ്പോഴേക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതാണ് മഹദി ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹുവിനോട് നാം കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ വഹയായിരുന്നു എന്നുള്ളത് ചരിത്രമാണ് സഹോദരങ്ങൾ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ഹിജ്റ 10 കർബല എന്ന് പറയുന്ന നീണ്ട ചരിത്രമാണ്. കർബല എന്ന് പറയുന്ന ആ സ്ഥലത്ത് യൂഫ്രട്ടീസിലെ നദിയിലെ വെള്ളം പോലും നിഷിദ്ധമാക്കി മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ ആ വായിലേക്ക് ശത്രുവിൻ്റെ അമ്പ് എയ്യുകയും അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്നും വിട പറയുകയും ചെയ്തതായി ചരിത്രം പറയുകയാണ്. ആ സമയത്ത് കൊല്ലാൻ പോകുന്ന, മരണം മുന്നിൽ കാണുന്ന ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അനുയായികളോട് ചോദിക്കുകയാണ്, മസ്മു ഹാദിഹിൽ അർള്, ഏതാണ് ഈ സ്ഥലം? അവർ പറയുകയാണ്, കർബല. സ്വദഖല്ലാഹു വറസൂലുഹു കർബൻ വബലാ. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് എത്ര സത്യമാണ്. ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ വധിക്കപ്പെടുക. എത്ര തന്നെ പരിശ്രമിച്ചാലും, എത്ര തന്നെ രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചാലും ഇവിടെ നിന്ന് എൻ്റെ മരണത്തെ തടുക്കുവാൻ അല്ലാഹുവിനല്ലാതെ സാധ്യമാവുകയില്ല. പ്രയാസവും ദുരിതവും നിറഞ്ഞ ഈ സ്ഥലമാണ് കർബും വബലാ യഖൂലുൽ ഹുസൈൻ. ആ സമയത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബ്. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നിന്നിലേക്കാണ് ഞാൻ അഭയം തേടുന്നത്. വറജാഇ ഫീ കുല്ലി ശിദ്ദത്തിൻ. എല്ലാ പ്രയാസങ്ങൾക്കും അഭയം നിന്നിലാണ് റബ്ബേ, നീയാണ് പ്രതീക്ഷ അല്ലാഹ്. വഅൻത വലിയ്യുൻ കുല്ലി നിഅമത്തിൻ വസ്വാഹിബു കുല്ലി ഹസനത്തിൻ. എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മയുടെയും രക്ഷാധികാരി നീയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്. യാ റബ്ബ്, നിന്നിലേക്കാണ് ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വയ്ക്കുന്നത്. മാ യുസ്നഉ ബിബിൻതി നബിയിക്. നിന്റെ നബിയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനായ ഈ ഹുസൈൻ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, നിന്നോട് സകലതിനെയും അവലംബമായി കാണുകയാണ്. നിന്നിലേക്കാണ് സർവ്വതും സമർപ്പിക്കുന്നത് റബ്ബേ. നിന്നിലേക്കാണ് എൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി വയ്ക്കുന്നത് റബ്ബേ. നീ എന്നെ ഹൈറിലാക്കണമേ, നീ എന്നെ വിജയത്തിലാക്കണമേ, നീ നാളെ പരലോകത്ത് എന്നെ നീ പരിഗണിക്കണമേ എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ അവസാന ശ്വാസത്തിൽ പോലും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ നാം എമ്പാടും കാണുകയാണ്. എന്നാൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുന്നവർ ഇന്ന് മുഹറം 10 ഇന്ന് ഹുസൈനാർ അവരുടെ പേരിൽ മൗലിദുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ന് ഈ മുഹറം 10
പല പള്ളികളിലും പല വീടുകളിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് കിതാബുകളിൽ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹുസൈനാരേ അൽ മദദ് യാ നൂർ ഐനി യാ സലീൽ അൽ ഔർ ഐനി, എന്റെ കണ്ണിന്റെ പ്രകാശമായ ഹുസൈനാർ തങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. ആരോടായി പ്രാർത്ഥിക്കുന്നത്? അവസാന ശ്വാസത്തിൽ പോലും റബ്ബിനോട് പ്രാർത്ഥിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വിഡ്ഢികളായിട്ടുള്ളവർ ഈ പുരോഹിതന്മാർ പറയുകയാണ്, ഹുസൈനാർ തങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. റുദ്ദ അന്നി ശർറ ഐനി യാ ഹുസൈൻ ഇബ്നു അലി, കണ്ണേറിന്റെ സർവ്വ ശർറുകളെ തൊട്ടും നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു ഹുസൈനാരേ. മദ്ഹുക്കും അഹ്ലാ ഹുലിയും വസ്ഫക്കും അഹ്ലാ അലിയുൻ, അങ്ങയെ പുകഴ്ത്തുന്നതാണ് ഉന്നതമായ ആഭരണമായി ഞങ്ങൾ പരിഗണിക്കുന്നത്. അങ്ങയെ സ്മരിക്കുന്നതാണ് ഏറ്റവും വലിയ മധുരമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലത്ഫുക്കും അംലാം അലിയിൻ യാ ഷഹീദ കർബലിജ്, നിങ്ങളുടെ കരുണയാണ് ഞങ്ങളുടെ ഔന്നത്യം. നഊദു ബില്ലാഹ്. ആരോടായി പ്രാർത്ഥിക്കുന്നത്? ഹുസൈനാരിനോട് പ്രാർത്ഥിക്കുകയാണ്. പുന്നാര റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഏതൊരു ഹുസൈനാരിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞുവോ, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പേരക്കിടാവിനെ വിളിച്ചുകൊണ്ട് വിഡ്ഢികൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഹുസൈനാരെ നിങ്ങളുടെ കരുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഫനജ്ജിനാ മിൻ ശുറൂറിൽ ഖിസ്യ അബ്ദകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും അടിമകൾ. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളാണ് വിശ്വാസികൾ. ഇവർ പാടുകയാണ്, ഹുസൈനാരും ഹുസൈനാരുമേ നിങ്ങൾ രണ്ടുപേരുടെയും അടിമകളായ ഞങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കണമേ ഞങ്ങളെ, ദുരിതങ്ങളിൽ നിന്നും കരകയറ്റണമേ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റണമേ. ഹാദാ മുഹിബ്ബൻ അലൽ അയ്യാമി മദ്ഹുകുമാ, ദിവസങ്ങളോളം നിങ്ങൾ രണ്ടുപേരെയും പുകഴ്ത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. തഖബ്ബലാ മിദ്ഹതി യാ സയ്യിദ ശുഹദാ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അങ്ങയെ മദ്ഹു ചെയ്യുന്നുവല്ലോ, അത് സ്വീകരിക്കണമേ ഹുസൈനാരെ ഹുസൈനാരെ. ഖബൂല മുൽകുഹു ലാ യംബഗി അഹദാ, അങ്ങ് ഇത് സ്വീകരിച്ചാൽ ഹുസൈനാർ തങ്ങളെ ഞങ്ങൾ അങ്ങ് സ്വീകരിച്ചാൽ മറ്റാരുടെയും ആവശ്യമില്ല ഹുസൈനാരെ എന്ന് പറയുന്ന വരികൾ കേൾക്കുന്ന ഒരു ദിവസമാണ് ഈ മുഹറം 10. വിശ്വാസികളെ, നമ്മുടെ കേരള ഗവൺമെന്റ് ലഹരിക്കെതിരെ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ ആ തൂഫാനെതിരെ നമ്മുടെയും സഹകരണം ആവശ്യമാണ്. വിശ്വാസികളെ, ഏറ്റവും ശക്തമായ തൂഫാൻ ആർക്കെതിരെയായിരിക്കണം? ഇതുപോലെയുള്ള ശിർക്കിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ഈ വിഭാഗത്തിനെതിരെയായിരിക്കണം വിശ്വാസികളെ. ശിർക്കും കുഫറും ബിദ്അത്തും വലാലത്തുമായി നാടിന്റെ ചുറ്റുപാടുകൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലപ്പാവുധാരികളുടെ ശർറിൽ നിന്നുമാണ് നാം ശക്തമായ തൂഫാൻ ലഹരി നാം കാണേണ്ടത്. ശിർക്കിനെതിരെയുള്ള തൂഫാൻ ലഹരി, ബിദ്അത്തിനെതിരെയുള്ള തൂഫാൻ, വലാലത്തുകൾക്കെതിരെയുള്ള തൂഫാൻ, ഖബർ വ്യവസായങ്ങൾക്കെതിരെയുള്ള തൂഫാൻ, അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന തൂഫാൻ, അവരുടെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന് എതിരെയുള്ള തൂഫാൻ. വിശ്വാസികളെ, നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബാധ്യത നിറവേറ്റുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു വലിൽ മുഅ്മിനീൻ ഇന്നഹു കാന ഗഫാറാ.